Download now. CC Learning app. Hi all, welcome to Competitive Cracker. I'm Soumya, HSST Botany faculty. അപ്പോൾ നമ്മുടെ HSST Botany എക്സാം എന്നാണ്? മെയ് 19th അല്ലേ? നല്ല രീതിയിൽ ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള പഠനം നമ്മളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? CCയിൽ ഒരു പവർ ബാച്ച് ഉണ്ട്. ആ പവർ ബാച്ചിൽ എന്താണ് 4-6 മണിക്കൂറുകളായിട്ട് നമ്മുടെ ബോട്ടണി ക്ലാസ്സുകളും ജനറൽ പേപ്പറുകളൊക്കെ നല്ല രീതിയിൽ MCQ സെഷൻ എക്സാമുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മളെ കുട്ടികളും നല്ല ഹാർഡ് വർക്കിലാണ്, നന്നായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവസാന ലേപ്പാണ് അത്, നമ്മൾ എന്താ വിട്ടുകൊടുക്കില്ല അല്ലേ? അപ്പോൾ ഇതിലൊന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്തവരും നമ്മളെ പേഴ്സണൽ റീസൺ കൊണ്ട് ഇതിലൊന്നും ജോയിൻ ചെയ്യാതെ പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇടയ്ക്കൊരു സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും നല്ലൊരു അവസരമാണ് നല്ല രീതിയിൽ ഒരു 6 മണിക്കൂറും ഉള്ള ക്ലാസ്സുകളിലൂടെ ബോട്ടണി സബ്ജക്റ്റ്, ജനറൽ സബ്ജക്റ്റ് എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല പവർ പാക്കായിട്ടാണ് നമ്മുടെ ഈ കോഴ്സ് പവർ ബാച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു അവസരമാണ്. ലാസ്റ്റ് സമയത്ത് പഠനം എന്ന് പറയുന്നത് ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിരിക്കും. അപ്പോൾ നല്ലൊരു ചാൻസ് ആണ്. കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടും നല്ല രീതിയിൽ എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും അല്ലേ? അതിനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇനി സമയം ഒട്ടും കളയാതെ ജോയിൻ ചെയ്യാം. ജനറൽ ക്ലാസ്സുകൾക്കും നമ്മുടെ ബോട്ടണി സബ്ജക്റ്റിനും ഒക്കെ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള സ്റ്റഡി തന്നെയാണ് നമ്മളും കുട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു എഫേർട്ട് അവരെടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങൾക്കും ചേരാം. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ പവർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ. നമുക്കറിയാം, ഒരു എക്സാമിൽ നമുക്ക് എന്ത് വേണം? നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ഒരു എക്സാമാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസ് ആയിട്ടൊരു ഒരു പരിചയം വേണം അല്ലേ? അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് PYQ പ്രാക്ടീസ് ആണ്. അപ്പോൾ കുറച്ച് മുൻപ് നമ്മൾ 1 മാസം മുൻപ് 2 മാസം മുൻപ് PYQ പ്രാക്ടീസ് നടത്തുമ്പോൾ നമുക്ക് അത്ര അത് യൂസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പോർഷൻസ് അധികം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മെജോറിറ്റി പോർഷൻസ് ഒക്കെ നമ്മുടെ കുട്ടികളുടെയും നമ്മളുടെയൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് PYQ സെക്ഷൻസ് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ സെഷനിൽ നമ്മൾ PYQ സെഷനിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ഇമ്പാക്റ്റ് തന്നെയായിരിക്കും. ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആൻസർ 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതും ഡിസ്കസ് ചെയ്യും. അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ വർഷം വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കുറച്ച് റയറായിട്ട് കാണപ്പെടുന്ന അത്രയും നമ്മൾ PYQകളിൽ റിപ്പീറ്റ് ചെയ്ത് വരാത്ത തരം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ PYQ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കോളൂ. എഡ്വേർഡ്സ് സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വിച്ച് സ്പെസിഫിക് ക്രോമസോമൽ അബ്നോർമാലിറ്റി? ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്രോമസോമൽ അബ്നോർമാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലേ? ഡൗൺ സിൻഡ്രോം, ഏതൊക്കെയാണത്? ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം, ടെർനേഴ്സ് സിൻഡ്രോം, പിന്നെ നമ്മുടെ പെട്ടാവ് സിൻഡ്രോം. ഇങ്ങനെ കുറച്ച് സിൻഡ്രോം ഉണ്ട് ക്രോമസോമൽ നമ്പർ അബ്നോർമൽ അല്ലെ, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഡ്വേർഡ്സ് സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വിച്ച് സ്പെസിഫിക് ക്രോമസോമൽ അബ്നോർമാലിറ്റി? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓപ്ഷൻസ്? ട്രൈസോമി 13, ട്രൈസോമി 21, മോണോസോമി എക്സ്, ട്രൈസോമി 18. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എഡ്വേർഡ്സ് സിൻഡ്രോം ക്രോമസോമൽ ട്രൈസോമി 18 ആണ്. ട്രൈസോമി എന്ന് പറഞ്ഞാൽ എന്താ? ട്രൈസോമി 3 അല്ലേ? 2n ആണ് നമ്മുടെ ക്രോമസോം നമ്പർ. 2n ആണ് നമ്മുടെ ക്രോമസോം നമ്പർ അല്ലേ? എത്രയാണ്? 46 ക്രോമസോം അല്ലെ? അതിൻ്റെ കൂടെ +1 വരുന്ന കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ട്രൈസോമി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 2n + 1. അപ്പോൾ നമ്മുടെ 13ാമത്തെ ക്രോമസോമിൻ്റെ കൂടെ കൂടിയാൽ 47 ആവും ക്രോമസോം അല്ലെ? 46, 47 ആവും. ട്രൈസോമി 21 എന്ന് പറയുന്നത് ഡൗൺ സിൻഡ്രോം. 21ാമത്തെ ഓട്ടോസോമിൻ്റെ കൂടെ ഒരു 1 ക്രോമസോം കൂടിയാൽ ഒരു നോർമൽ കണ്ടീഷൻ ഉണ്ടാവും അല്ലേ? അതാണ് ഡൗൺ സിൻഡ്രോം. മോണോസോമി എക്സ് എന്ന് പറഞ്ഞാൽ മോണോസോമി, ട്രൈസോമി എന്ന് പറഞ്ഞാൽ +1 അല്ലേ? മോണോസോമി എന്ന് പറഞ്ഞാൽ എന്താണ്? മോണോസോമി
-1 ആണ്, ഒന്ന് കുറയുന്ന അവസ്ഥ. ട്രൈസോമി എന്ന് പറഞ്ഞാൽ 2n+1, 2n നിന്ന് ഒന്ന് കുറയുന്ന അവസ്ഥ. അപ്പോൾ 45 സെക്സ് ക്രോമസോം ഒന്ന് കുറയുന്ന അവസ്ഥ. ട്രൈസോമി 18 ഓട്ടോസോമിൻ്റെ കൂടെ ഒന്ന് കൂടുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള കുറച്ച് ഡിസോർഡേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അബ്നോർമാലിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകാം. എഡ്വേർഡ്സ് സിൻഡ്രോം ആണ് ട്രൈസോമി 18 എന്ന് പറയുന്നത്. 18th ഓട്ടോസോമൽ ക്രോമസോമിന്റെ കൂടെ ഒന്ന് കൂടുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് പറയാ, എഡ്വേർഡ്സ് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പൊ ടൗ സിൻഡ്രോം എന്ന് പറയുന്നത് 13th ഓട്ടോസോമൽ ക്രോമസോമിന്റെ കൂടെ ഒരു ക്രോമസോം കൂടുന്ന അവസ്ഥ. ഇനി നമ്മുടെ ട്രൈസോമി 21 എന്ന് പറയുന്നതാണ് നമ്മുടെ ഡൗൺ സിൻഡ്രോം അല്ലെ. ഓട്ടോസോമൽ ട്രൈസോമി തന്നെയാണ്. 21st ഓട്ടോസോമൽ ക്രോമസോമിന്റെ കൂടെ ഒരു ക്രോമസോം കൂടുന്ന അവസ്ഥയാണ്. ഇനി സെക്സ് ക്രോമസോമൽ ട്രൈസോമി എന്ന് പറയുന്നത് നമ്മുടെ സെക്സ് ക്രോമസോം ഉണ്ട് അല്ലെ. മെയിലാണെങ്കിൽ XY ക്രോമസോം, ഫിമെയിലിലെ XX ക്രോമസോം അല്ലെ, സെക്സ് ക്രോമസോമുകൾ ഉണ്ട്. അപ്പോൾ ഈ സെക്സ് ക്രോമസോമൽ ട്രൈസോമി എന്ന് പറയുന്നത് മെയിലിനെ ബാധിക്കുന്നതാണ്, മെയിൽ ഇൻഡിവിജ്വൽസിന് അല്ലെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കോഡ് പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു കോഡിലൂടെയാണ് മെയിലിനെയും ഫിമെയിലിനെയും എഫക്ട് ചെയ്യുന്ന നമ്മൾ സെക്സ് ക്രോമസോമൽ അനോമലി പഠിച്ചിട്ടുണ്ട്, അബ്നോർമാലിറ്റീസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ടല്ലോ. ഏതായിരുന്നു കോഡ്? മെയിൽ KM രതീഷ് അല്ലെ, KM രതീഷ് എന്നുള്ള ആ പേര് പഠിച്ചാൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. K for Klinefelter syndrome, M for male അല്ലെ. KM രതീഷ്, രതീഷ് ഒരു മെയിൽ അല്ലെ. അപ്പോൾ Klinefelter syndrome എന്ന് പറയുന്നത് മെയിലില് ഒരു എന്താണ്, സെക്സ് ക്രോമസോമൽ ട്രൈസോമിയ, മെയിലിനെ എഫക്ട് ചെയ്യുന്ന സെക്സ് ക്രോമസോമൽ ട്രൈസോമിയാണ് അല്ലെ. അപ്പോൾ മെയിലിൽ സെക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ X and Y കണ്ടീഷനാണ്. അപ്പോൾ ഫെമിനിറ്റിക്ക് കാരണമായിട്ടുള്ള X ക്രോമസോം എക്സ്ട്രാ ഒന്ന് കൂടുന്ന അവസ്ഥ, അപ്പോൾ XXY കണ്ടീഷൻ ആയിരിക്കും അല്ലെ. അപ്പോൾ 22 ഓട്ടോസോംസ് പ്ലസ് XXY കണ്ടീഷൻ. അപ്പോൾ X ഫെമിനിറ്റിക്ക് കാരണമാകുന്ന ഒരു ക്രോമസോമാണ്. അപ്പോൾ എന്താണ്, X കൂടുമ്പോൾ നമ്മുടെ മെയിൽ ഇൻഡിവിജ്വൽസിൽ ഫിമെയിൽ ക്യാരക്ടേഴ്സ് കൂടും അല്ലെ. എന്താണ്, സ്ത്രൈണത കൂടുന്ന അവസ്ഥ അല്ലെ, അതാണ്. അപ്പോൾ ക്ലൈൻഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത് സെക്സ് ക്രോമസോമൽ ട്രൈസോമിയാണ്. അപ്പോൾ അവിടെ ചിന്തിക്കേണ്ടത് മെയിലിനെയാണോ ഫിമെയിലിനെയാണോ, അതിന് നമ്മളൊരു കോഡ് ഇട്ടു, KM രതീഷ് അല്ലെ. K for Klinefelter syndrome മെയിൽ. ഓക്കെ, അപ്പോൾ XY കണ്ടീഷന് പകരം ഒരു X ക്രോമസോം കൂടുന്നു. അപ്പോൾ മെയിൽ ക്യാരക്ടേഴ്സിന് എന്താണ്, ഫിമെയിൽ ക്യാരക്ടേഴ്സ് കൂടുന്നു. ഓക്കെ, അതാണ് സെക്സ് ക്രോമസോമൽ ട്രൈസോമിക്ക് നമ്മൾ പഠിച്ചത്. ഇതാണ് Klinefelter syndrome ഇൻ മെയിൽ. ഇനി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, ടെർണേഴ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത് ഏതാണ്, ഫിമെയിലാണ് അല്ലെ. അപ്പോൾ ടെർണേഴ്സ് സിൻഡ്രോം ആൻഡ് Klinefelter syndrome ആണ് രണ്ട് സെക്സ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്, സെക്സ് ക്രോമസോമൽ ട്രൈസോമി KM രതീഷ്, Klinefelter syndrome മെയിൽ ആണെങ്കിൽ ഇനി തെറ്റില്ല. ടെർണേഴ്സും ക്ലൈൻഫെൽട്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മെയിലും ഫീമെയിലും മാറും. അതിൻ്റെ ഒരു കോഡ് പഠിച്ചു, ഇനി തെറ്റില്ല. അപ്പോൾ ടെർണേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്നത് 45 ആകുന്ന അവസ്ഥയാണ്, ഒന്ന് കുറയുന്ന അവസ്ഥയാണ്. സെക്സ് ക്രോമസോമാണ് ഒന്ന് കുറയുന്നത് അല്ലേ. അപ്പോൾ സെക്സ് ക്രോമസോമൽ മോണോസോമിയാണ്. 45 കണ്ടീഷനേ ഉണ്ടാവുള്ളൂ ആ ഫിമെയിലിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഫിമെയിലിലെ XX ക്രോമസോമിൽ ഒരു X ക്രോമസോം ഇല്ലാണ്ടായാൽ ഫെമിനിറ്റി കുറയും അല്ലേ. അപ്പോൾ പുരുഷ സ്വഭാവം കൂടും. ഓക്കെ, അപ്പോൾ സെക്സ് ക്രോമസോമൽ മോണോസോമി എന്ന് പറയുന്നത് ഫിമെയിൽസിനെ ബാധിക്കുന്നു, ടെർണേഴ്സ് സിൻഡ്രോം ആണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കുറച്ച് അബ്നോർമാലിറ്റീസ്, ക്രോമസോമൽ ഓട്ടോസോമൽ അബ്നോർമാലിറ്റീസും സെക്സ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഡ്വേർഡ്സ് സിൻഡ്രോം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ, എന്താ പഠിച്ചിരിക്കുന്നത്, എഡ്വേർഡ്സ് സിൻഡ്രോം trisomy 18, but Tau syndrome trisomy 13. അപ്പോൾ the correct answer of this question is Edwards syndrome is characterized by which specific chromosomal abnormality? ഏതാണ്, trisomy 18. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഫീച്ചേഴ്സ്, കുറേ പോയിന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതും ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ PSCയുടെ എക്സാം പാറ്റേൺ നോക്കുമ്പോൾ ലെങ്തി ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. മെജോറിറ്റി ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ലെങ്തി ക്വസ്റ്റ്യൻ
നോക്കാം അല്ലേ, കുറച്ച് സമയം എടുക്കുമെങ്കിലും ആ ലെങ്തി ക്വസ്റ്റ്യൻ പഠിച്ച് വീണ്ടും 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 ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടത്. കുറച്ച് സമയം കൊണ്ട് വേഗത്തിൽ വായിച്ച് എങ്ങനെ അത് ആൻസർ ചെയ്യും എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമ്മൾ ഓൺലൈൻ എക്സാം എന്താണ് ആ പറഞ്ഞ ഒരു കൃത്യസമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും നല്ല രീതിയിൽ അതിനെ എന്താണ് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആൻഡ് പ്രൈമറി ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഹീമോഫീലിയ. ഹീമോഫീലിയയിൽ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ഏതാണ് എന്നാണ് നോക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്, ഏറ്റവും നന്നായിട്ട് ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏറ്റവും നന്നായി ഹീമോഫീലിയയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവർ തന്നിരിക്കുന്നത് ഏത് പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഓപ്ഷൻസ് ആണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഇറ്റ് ഈസ് എൻ ഓട്ടോസോമൽ ഡോമിനന്റ്. ഓക്കെ, അപ്പോൾ ഇവർ പെഡിഗ്രി അനാലിസിസ് എന്നുള്ള ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇത് തന്നിരിക്കുന്നത്. ഓട്ടോസോമൽ ഡോമിനന്റ്, ഓട്ടോസോമൽ റിസസീവ് അല്ലേ, സെക്സ് ക്രോമസോമൽ ഡോമിനന്റ് ഡിസോർഡേഴ്സ്, സെക്സ് ക്രോമസോമൽ റിസസീവ്. നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഒരു ടേബിളൊക്കെ വരച്ച് എക്സ്ട്രാ എങ്ങനെയുള്ള പെഡിഗ്രി ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ഷോർട്ട് ട്രിക്കൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ഇവിടെ പെഡിഗ്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അതിനൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. ഹീമോഫീലിയ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സിന് എക്സാമ്പിൾ ആണ് ഹൈക്കോട്ട്, HC, H ഫോർ ഹീമോഫീലിയ, C ഫോർ കളർ ബ്ലൈൻഡ്നെസ്. നമ്മളൊരു കോഡ് പഠിച്ചിട്ടുണ്ട്. ഏതാണ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. സെക്സ് ലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യൂൻ വിക്ടോറിയയിലേക്ക് വരുന്നു. വിക്ടോറിയ ഫാമിലിയിൽ കണ്ടിട്ടുള്ള പെഡിഗ്രി അനാലിസിസ് ചെയ്തപ്പോൾ കണ്ടുപിടിച്ച ഒരു അസുഖമാണ് ഏതാണ്, ഹീമോഫീലിയ അല്ലെ. ഹീമോഫീലിയ എന്താണെന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഹീമോഫീലിയ എല്ലാവർക്കും അറിയാലോ ഹീമോഫീലിയ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ HC എന്നുള്ള കോഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹീമോഫീലിയക്കും കളർ ബ്ലൈൻഡ്നെസ് ഈ രണ്ട് അസുഖങ്ങളാണ് നമ്മൾ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സിന് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഓട്ടോസോമൽ ഡോമിനന്റിന് പഠിച്ചിട്ടുണ്ട്, ഓട്ടോസോമൽ റിസസീവിന് പഠിച്ചിട്ടുണ്ട്, സെക്സ് ലിങ്ക്ഡ് ഡോമിനന്റിന് എക്സാമ്പിൾസ് ആൻഡ് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നതാണ്. സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സിന് എക്സാമ്പിളാണ് ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, പറയാം. ഫീമെയിൽസിനെ കൂടുതലായിട്ട് ബാധിക്കുമോ അതോ മെയിൽസിനെ ബാധിക്കുമോ, അതെല്ലാം ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആരെയാണ് കൂടുതലായിട്ട് ബാധിക്കുക, മെയിലിനെയാണ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡേഴ്സ് ബാധിക്കുക. ഫീമെയിലിനെ റെയറായിട്ട് മാത്രമേ ബാധിക്കുകയുള്ളൂ. ബാധിക്കും എപ്പോഴാണ്, കാരിയർ ആയിട്ടുള്ള മദറും എഫക്റ്റഡ് ആയിട്ടുള്ള പാരൻറ്റും തമ്മിൽ ഫാദറും തമ്മിലുള്ള മാരേജിൽ അല്ലേ. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരുന്നുണ്ടാവും, പഠിച്ചു കഴിഞ്ഞവരാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എൻ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഓവർ പ്രൊഡക്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്. അതല്ല അല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇറ്റ് ഈസ് എൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ റിസൾട്ടിങ് ഇൻ എ ഡെഫിഷ്യൻസി ഓഫ് ഫങ്ഷണൽ ക്ലോട്ടിംഗ് ഫാക്ടർ ഏതാണ്, 8. നമുക്ക് മനസ്സിലോട്ട് വരുന്നുണ്ട്. സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആവുന്നുള്ളത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഡെഫിഷ്യൻസി ഓഫ് ഫങ്ഷണൽ ക്ലോട്ടിംഗ് ഫാക്ടർ, അതായത് ഒരു മുറിവ് ഉണ്ടായാൽ ആ മുറിവ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാത്ത അവസ്ഥ, കണ്ടിന്യൂസ് ബ്ലീഡിങ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ അസുഖത്തിന്റെ പ്രത്യേകത അല്ലേ. അതൊരു സെക്സ് ലിങ്ക്ഡ് റിസസീവ് ആയിട്ടുള്ള ഡിസോർഡർ ആണ് അല്ലേ. ക്രോമസോമൽ നമ്മൾ പെഡിഗ്രി അനാലിസിസിൽ പഠിച്ചിട്ടുള്ള സെക്സ് ലിങ്ക്ഡ് റിസസീവ് വരുന്ന ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. അപ്പോൾ ഈ ബി എന്നുള്ളത് മിക്കവാറും കറക്റ്റായിട്ട് വരുന്നുണ്ട്. ബാക്കി ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് എ വൈ ലിങ്ക്ഡ് ഡിസോർഡർ, അതല്ല. ഇറ്റ് ഈസ് എ മൈറ്റോകോൺഡ്രിയൽ ഡിസോർഡർ, അതുമല്ല. മൈറ്റോകോൺഡ്രിയൽ ഇൻഹെറിറ്റൻസിനും ഡിസോർഡേഴ്സിനും ഒക്കെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട് ജെനറ്റിക്സിൽ, അതല്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ബി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ബി എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഹീമോഫീലിയ മാറ്റി അതിനോട് സിമിലർ ആയിട്ടുള്ള കളർ ബ്ലൈൻഡ്നെസ് വന്നാലും എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്നുള്ളത് കറക്റ്റ് ആവും. പക്ഷേ ക്ലോട്ടിംഗ് ഫാക്ടർ എന്നുള്ളത് കളർ ബ്ലൈൻഡ്നെസ്സിൽ വരുന്നില്ല. അതെന്താണ്, കളർ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരു പ്രത്യേക കളറുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ, അപ്പോൾ അത് ഒഴിച്ചിട്ട് എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്നുള്ളത്
എന്താണ് ഒരുപോലെ വരുന്ന അല്ലെ അതിന് ആൻസർ കറക്റ്റായിട്ട് വരുന്ന ഒരാളും കൂടി ഇവിടെ ഒരു അസുഖത്തിൽ വരാം. അതേതാണ് കളർ ബ്ലൈൻഡ്നെസ്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഹീമോഫീലിയ ആൻഡ് കളർ ബ്ലൈൻഡ്നെസ് ആർ എക്സാമ്പിൾ ഫോർ സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസോർഡർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബയോടെക്നോളജിയായി ബന്ധപ്പെട്ടുള്ളതാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ ആക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ പാലൻഡ്രോമിക് സീക്വൻസസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. റെക്കഗ്നീഷൻ സൈറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷനും ഒക്കെ അതായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് നമുക്ക് പഠിക്കാം. അതുകൊണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ PYQ സെഷനിലേക്ക് കൊണ്ടുവന്നത്. നമ്മളിനി എന്താണ് ഡിഫിക്കൽറ്റി ലെവൽ കൂട്ടണം. നമ്മൾ PYQ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ബയോടെക്നോളജിയായി ബന്ധപ്പെട്ടുള്ള ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന്. ഓക്കെ, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ കറക്റ്റ് റെക്കഗ്നിഷൻ സീക്വൻസ് ആൻഡ് ക്ലീവേജ് സൈറ്റ് ഇൻഡിക്കേറ്റഡ് ബൈ കണ്ടോ കട്ട് ചെയ്യുന്ന നിക് പോർഷൻ ആണ് ഫോർ ദി റെസ്ട്രിക്ഷൻ എൻസൈം HindIII. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള HindIII എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റ് ഇവിടെ ഇതിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം ഏതൊക്കെയാ? GAA, TTC, CCC, GGG, AAG, CTT, GAT, ATC. ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ച് റെക്കഗ്നേഷൻ എൻസൈമുകളും അവരുടെ പാലൻഡ്രോമിക് സീക്വൻസസുകളും പഠിക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകളെ കുറിച്ചും അവരുടെ പാലൻഡ്രോമിക് റെസ്ട്രിക്ഷൻ പാറ്റേണുകളും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് HindIIIയുടെ റെസ്ട്രിക്ഷൻ എന്താണ് സൈറ്റ് അല്ലെ ക്ലീവേജ് സൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. കുറച്ച് പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ പാലൻഡ്രോമിക് സൈറ്റുകൾ എന്ന് പറയുന്നില്ലെങ്കിലും വേണ്ടില്ല, എന്താണ് റെക്കഗ്നിഷൻ ഓർ റെസ്ട്രിക്ഷൻ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, റെസ്ട്രിക്ഷൻ സൈറ്റാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെക്കഗ്നിഷൻ എന്നുള്ളത് മാറ്റിയിട്ട് റെസ്ട്രിക്ഷൻ സൈറ്റുകളെ കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മുടെ HindIIIയുടെ റെസ്ട്രിക്ഷൻ സൈറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. നേരിട്ട് കൂടുതൽ അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് അത് ആൻസർ ചെയ്യുക. അപ്പോൾ അത് വന്നില്ലെങ്കിലും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കാം. അതുപോലെയുള്ള റെസ്ട്രിക്ഷൻ സൈറ്റുകളെ കുറിച്ച് നമുക്ക് വരാൻ ചാൻസസ് ഉള്ള കുറച്ച് പോയിന്റ്സാണ് പഠിക്കുന്നത്. അതിനുശേഷം ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. HindIIIയുടെ റെസ്ട്രിക്ഷൻ സൈറ്റ് ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് പഠിക്കേണ്ടത് നമ്മൾ എപ്പോഴും ഒരാളെ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറഞ്ഞിട്ട് ഏതിൻ്റെയാണ് നമ്മൾ പഠിച്ചു നോക്കണത്? എക്കോ R1ൻ്റെ എന്താണ് റെസ്ട്രിക്ഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എക്കോ R1ൻ്റെ റെസ്ട്രിക്ഷൻ ഓർ റെക്കഗ്നേഷൻ സൈറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. GAA TTC ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് GAA TTC. അപ്പോൾ ആദ്യം തന്നെ റെസ്ട്രിക്ഷൻ സൈറ്റ് പഠിക്കുക. എവിടെയാണ് അത് കട്ടുണ്ടാക്കുക? ഇവിടെ അല്ലേ, ജിൻ്റെയും എൻ്റെ ഇടയിലെ 2 സ്റ്റാൻഡിലും കട്ടുണ്ടാക്കുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി GAA TTC ആയിട്ട് അതിനോട് സിമിലാരിറ്റി ഉള്ള രണ്ടാമത്തെ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം പഠിക്കാം. GGA TCC. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടാമത് നമ്മൾ പഠിക്കുന്നത്? GAA TTCക്ക് പകരം GGA, AA മാറി GGA, TTCക്ക് പകരം TCC. അപ്പോൾ എക്കോ R1ൻ്റെ പാലൻഡ്രോമിക് സീക്വൻസിനോട് കുറച്ച് സിമിലാരിറ്റി ഉള്ള വേറൊരാള് അതാരാണ്? രണ്ടാമത്തെ ആള് BAMH1. ഇവിടെ ഫസ്റ്റ് പഠിച്ചത് നമ്മൾ എക്കോ R1, രണ്ടാമത് പഠിച്ചത് BAMH1. ഇതിലെവിടെയാ? അപ്പം നമ്മൾ ഇത് പഠിച്ചു അല്ലേ. ഏതാണ്? ഇത് പഠിച്ചു. അപ്പം 2 എണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്? BAMH1 പഠിച്ചു, എക്കോ R1 പഠിച്ചു. ഒന്ന് എക്കോ R1 പഠിച്ചു, അതിനോട് കുറച്ച് സിമിലാരിറ്റി ഉള്ള BAMG1 പഠിച്ചു. ഇനി മൂന്നാമത് പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഹീമോഫിലസ് തന്നെ
എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള നമ്മുടെ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ആണ് മൂന്നാമത്തെ ആള് HAE3 എന്ന് പറയുന്നത്. അതിൻ്റെ റെക്കഗ്നിഷൻ സൈറ്റ് ആണ് GGCC. അപ്പൊ ഇത് എന്തായിരിക്കും? രണ്ട് ഭാഗം സ്റ്റിക്കി എൻഡ് ഉണ്ടാവില്ല, ബ്ലണ്ട് എൻഡ് അല്ലെ, ഈക്വലി ഒരു രണ്ട് സൈഡിലും ഒരുപോലെ മിഡിലായിട്ട് കട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സ്റ്റിക്കി എൻഡ് കിട്ടില്ല, ഓവർ ഹാങ്ങിങ് എൻഡ് കിട്ടില്ല, ബ്ലണ്ട് എൻഡ് ആയിട്ടുള്ള രണ്ട് ഫ്രാഗ്മെന്റ്സ് കിട്ടുക. ഓക്കെ, അപ്പൊ ബ്ലണ്ട് എൻഡ് ഉണ്ടാക്കുന്ന റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസ് ആണ് HAE3. അതിൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ് റെക്കഗ്നിഷൻ സൈറ്റ് ആണ് GGCC. അപ്പോൾ 3 എണ്ണം പഠിച്ചു. ഇവിടെ 5 എണ്ണത്തിൽ 3 എണ്ണം നമ്മൾ പഠിച്ചു അല്ലെ. ഇനി നാലാമത് പഠിക്കേണ്ടത് A1U1. ഏതാണ്? A1U1. ഈ A1U1ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ഏതാണ്? AGCT. ഏതാ? AGCT. അപ്പൊ നാലാമത്തെ ആളെയും പഠിച്ചു. അതാരാണ്? A1U1. അപ്പൊ പഠിച്ചോളൂ, 4 എണ്ണം നമ്മൾ പഠിച്ചു അല്ലെ. ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ ഈ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. മസ്റ്റായിട്ടും പഠിക്കണം. നമ്മളെ കോംപ്ലക്സിറ്റി ലെവല് കൂട്ടണം. ഹൈ ലെവൽ എക്സാം ആണ്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് ഹൈ ലെവലിൽ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? ഹിന്ദി 3യുടെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് ബൈഹാർട്ട് പഠിച്ചു. കഴിഞ്ഞ എക്സാമിന് വന്നു, പക്ഷേ ഈ എക്സാമിന് വരണമെന്നില്ല. കഴിഞ്ഞ PYQയിൽ വന്നു. കുറച്ച് ഈ പുതിയ മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 22ലെ HSST എക്സാം. അതായിട്ട് അതിലും കുറച്ച് കോംപ്ലക്സിറ്റി കൂടാനാണ് ചാൻസ് ഈ വർഷത്തെ എക്സാം. അപ്പം നമ്മൾ ആ മോഡൽ പഠിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിച്ചിട്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് വരണമെന്നില്ല. പക്ഷെ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഹിന്ദി 3ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് മാത്രം പഠിച്ചു പോയാൽ പോരാ, ആ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോയാൽ പോരാ. അപ്പോൾ ഈ PYQ സെഷൻ, ഈ PYQ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 4-5 ക്വസ്റ്റ്യൻ പഠിക്കാനല്ല, ആ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. അത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. നമ്മുടെ ഈ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. കോംപ്ലക്സിറ്റി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? എക്കോ R1ന്റെ റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ് GAATTC. അതെല്ലാ ബയോടെക്നോളജി പഠിച്ച കുട്ടികൾക്കും അറിയാവുന്നതാണ് അല്ലെ. എക്കോ R1നോട് സിമിലാരിറ്റി ഉള്ള റെക്കഗ്നിഷൻ സൈറ്റുള്ള ഒരാളുണ്ട്, BAMH1 TTC അല്ല, TCC ആണ്. ഇനി നമ്മൾ മൂന്നാമത് പഠിച്ചത് GGCC എന്ന് പറഞ്ഞ് പഠിച്ചത് HAE3ന്റെ ആണ്. നാലാമത് ആളെ പഠിച്ചത് ബ്ലണ്ട് എൻഡ് റെസ്ട്രിക്ഷൻ ചെയ്യുമ്പോൾ ബ്ലണ്ട് എൻഡ് ഉണ്ടാക്കുന്ന A1U1 GGCC. ഇനി 5ാമത് ആളാണ് നമ്മുടെ ആള്, ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ആള് ആരാണ്? ഹിന്ദി 3. ഹിന്ദി 3യുടെ റെസ്ട്രിക്ഷൻ സൈറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നോക്ക, നമ്മൾ പഠിച്ചത് AGCT ആണ് അല്ലെ. ആ AGCTയുടെ ഇപ്പുറത്ത് ഒരു A കൂട്ടി, ഈ CTയുടെ ഇപ്പുറത്തൊരു T കിട്ടി അല്ലെ. അപ്പൊ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക. A1U1 പഠിക്കുമ്പോൾ തന്നെ ഹിന്ദി 2 പഠിക്കുക. BAMH1 എക്കോ R1 പഠിക്കുമ്പോൾ തന്നെ BAMH1 പഠിക്കുക. ഇയാൾ റോഡ് 1 ആണ്, ബ്ലണ്ട് എൻഡ് ഉള്ള ആരാണ്? HAE3 എന്ന് പറയുന്നത് GGCC. 5 റെസ്ട്രിക്ഷൻ സൈറ്റുകളുടെ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസിന്റെ റെക്കഗ്നിഷൻ ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിലേതെങ്കിലും വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹിന്ദി 3യുടെ റെസ്ട്രിക്ഷൻ സൈറ്റ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. AGCT ആണ് A1U1 എന്ന് പറയുന്ന നമ്മുടെ റെസ്ട്രിക്ഷൻ ന്യൂക്ലിയസിന്റെ റെക്കഗ്നിഷൻ ഓർ റെസ്ട്രിക്ഷൻ സൈറ്റ് എങ്കിൽ അതിനോട് സിമിലാരിറ്റി ഉള്ള ആളാണ് ഹിന്ദി 3. AGCT എഴുതാ, AGCTയുടെ ഇവിടെ ഒരു എയും കൂട്ടാ, ഇവിടെ ഒരു ടിയും കൂട്ടാ, അപ്പൊ AAGCTT അല്ലെ. അപ്പൊ AGCT പഠിച്ചാൽ രണ്ട് സൈഡിൽ, ഈ സൈഡിൽ ഒരു എയും ആ സൈഡിൽ ഒരു ടിയും കൂട്ടിയാൽ നമ്മുടെ ഹിന്ദി 3 ആയി. AGCT A1U1 ആണെങ്കിൽ ഹിന്ദി 3 ഈസ് AAGCTT. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ഇപ്പോൾ സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഇതിൽ ഏതാണ് ഹിന്ദി 3യുടെ റെസ്ട്രിക്ഷൻ സൈറ്റ്? GAATTC അല്ല, അത് നമ്മുടെ എക്കോ R1ന്റെ ആണ്. CCCGGG അതല്ല. AAGCTT GATATC ഏതാ നമ്മൾ പഠിച്ചത്? AAGCTT അല്ലെ. AAGCTT കണ്ടോ? ഈ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചാൽ നമുക്കത് മറന്നു പോവും. അപ്പോൾ അതുപോലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതുപോലെയുള്ള കണക്ട് ചെയ്തിട്ടുള്ള കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ നമ്മളെ അറിവുകൾ കൂടും ചെയ്യും. നമുക്ക് എക്സാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ആരുടെയൊക്കെ പഠിച്ചു? വേറെ 4 എൻസൈമുകളുടെയും കൂടിയും റെസ്ട്രിക്ഷൻ്റെ ന്യൂക്ലിയസിനെ കുറിച്ച് പഠിച്ചു. ആരൊക്കെയായിരുന്നു? എക്കോ R1, BAMH1, പിന്നെ A1U1, പിന്നെ ഏതായിരുന്നു? HAE3
ആൻഡ് ഹിൻഡ് 3. 5 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ് പഠിച്ചു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇവരിൽ ഒരാൾ വന്നാൽ നമ്മൾ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരുന്നു? AAGCTT. AGCT ആരുടെ ആയിരുന്നു? A1U1 ആയിരുന്നു എങ്കിൽ AAGCTT ആരുടെ റെസ്ട്രിക്ഷൻ സൈറ്റ് ആണ്? നമ്മുടെ ഹിൻഡ് 3 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ റെസ്ട്രിക്ഷൻ ഓർ റെക്കഗ്നിഷൻ സൈറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് നമ്മളിവിടെ ഇതിൻ്റെ അടിയിൽ, ഈ ഒരു ഫിഗറിൻ്റെ അടിയിൽ ഒരു പോയിന്റ്, നമുക്ക് ഒരു കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. എന്താണ്? A1U1ഉം HAE3 പ്രൊഡ്യൂസസ് ബ്ലണ്ട്. നോക്കി നോക്കൂ, ഇത് GGCC നടുവിലായിട്ട് അല്ലേ, ഒരു സ്റ്റിക്കി എൻഡ് ഉണ്ടായിട്ടില്ല, ഓവർ ഹാങ്ങിങ് എൻഡ് ഉണ്ടായിട്ടില്ല. A1U1ഉം ബ്ലണ്ട് എൻഡ് ആണ്. ബാക്കിയുള്ളവരുടെ ഒക്കെ നോക്കുക, റെസ്ട്രിക്ഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു എൻഡ് അല്ലെ, ഒരു എന്താണ് സ്റ്റിക്കി എൻഡ്, ഓവർ ഹാങ്ങിങ് ആയിട്ടുള്ള സ്റ്റിക്കി എൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ബ്ലണ്ട് എൻഡ് ഉണ്ടാക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ബ്ലണ്ട് എൻഡ് ഉണ്ടാക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് എക്സാമ്പിളാണ് A1U1 ആൻഡ് HAE3, ECHO-R1, BAMH1 and HIND 3 are example for the restriction endonucleases which makes sticky ends. very important portion ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എന്താണ്? ഐഡന്റിഫൈയിങ് ദ റെസ്ട്രിക്ഷൻ എൻസൈം ദാറ്റ് ഹാവ് ആൻ ഐസോകോഡോമർ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. കഴിഞ്ഞ എക്സാമിന് PYQ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എഴുതിയവർക്കറിയാം ടഫായിരുന്നു അല്ലേ? ഇത് ഇത്ര ഡീറ്റെയിൽ ആയി പഠിച്ചവരുണ്ട്. മെജോറിറ്റി ഇത് അറ്റംപ്റ്റ് ചെയ്യാത്തവരായിരുന്നു, അല്ലെങ്കിൽ റോങ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്തവരായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് നമുക്ക് പഠിക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അല്ലേ? വെറും ഒരു ഓപ്ഷൻ മാത്രം പഠിച്ചു പോരാ, അത്യാവശ്യം കുറേ കണ്ടന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനും ആയിട്ട് നമുക്ക് അടുത്ത PYQ സെഷൻ വീഡിയോസിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. Download now CC Learning app.